പ്രശ്നമുണ്ട്. നിങ്ങൾ ഏതായാലും പെട്ടെന്ന് തന്നെ, കാരണം അധികം ലേറ്റ് ആക്കാനും പറ്റില്ലല്ലോ കുട്ടിക്ക്. അതായത് 7 മാസത്തിന്റെ തുടക്കത്തിലേക്ക് എത്തിക്കണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ചില കുറച്ച് തോന്നെ പ്രശ്നം കണ്ടു. പിന്നെ അത് മാത്രല്ല, ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിരിക്കണേ. അപ്പം നോമ്പുകാലത്ത് സങ്കടവാർത്ത പങ്കുവെച്ചുകൊണ്ട് ടി ഫാമിലി. രണ്ടാമത്തെ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുകയായിരുന്നു ടി കുടുംബഫെയും ഷെഫിയും ഷെമിയും. എന്നാൽ രണ്ടാമത്തെ കുഞ്ഞ് വന്നെങ്കിലും ജീവനോടെ കിട്ടിയില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് ഇരുവരും പങ്കുവച്ചത്. ഏവരും ദുആ ചെയ്യണമെന്നും ഷെഫി അഭ്യർത്ഥിച്ചു. എന്നാൽ ഈ അവസ്ഥയെ അതിജീവിക്കാൻ രണ്ടാൾക്കാട്ടും സാധിക്കട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്. മൂത്ത മകൾ വാവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി അവളോട് എന്തു പറയും എന്നറിയില്ല. ഷെമി അല്പം ഡിപ്രഷൻ്റെ അവസ്ഥയിലാണുള്ളത്. പടച്ചോനെല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് നൽകട്ടെ എന്നുള്ള പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവരുടെ ചാനൽ. ഐശുവിനെ കൂടാതെ 2 പെൺമക്കൾ കൂടിയുണ്ട് ഷെമിക്ക്. അല്പം ലേറ്റായ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസ്ക് ഉണ്ടെന്ന് മുൻപ് തന്നെ ഇവർ പറഞ്ഞതുമാണ്. എന്നാൽ പടച്ചവൻ തന്നു, നമ്മൾ സ്വീകരിക്കുന്നു, ബാക്കി അള്ളാഹു നോക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ഷെമിയും ഷെഫിയും. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഷെയർ ചെയ്യാനും ഒപ്പം നിൽക്കാനും തൻ്റെ ജീവിതത്തിൽ തുണയായത് സഹോദരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഐശുവിന് ഒരു കൂട്ടുവേണം എന്നുണ്ടായി. അത് പടച്ച തമ്പുരാൻ നടത്തി തന്നതിലുള്ള സന്തോഷത്തിലായിരുന്നു ഇരുവരും. ഫാമിലി വ്ളോഗേഴ്സാണ് ടി കുടുംബം. ഭാര്യയും ഭർത്താവും മകളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ വിശേഷമാണ് ഇവർ പങ്കിടുന്നതിൽ കൂടുതൽ. ഷെഫിയേക്കാൾ കുറച്ച് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ട് ഭാര്യ ഷെമിക്ക്. അടുത്തിടെ തങ്ങളുടെ ജീവിതകഥ ഇരുവരും പങ്കുവച്ചിരുന്നു. അന്നു മുതൽ കടുത്ത സൈബർ അറ്റാക്കും ഇരുവരും നേരിട്ടിരുന്നു. ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപാണ് ഷെമി എന്ന യുവതിയെ ഷെഫി വിവാഹം ചെയ്യുന്നത്. ഷെമി അപ്പോൾ 2 പെൺമക്കളുടെ അമ്മയും ഡൈവോഴ്സായി 14 വർഷം വീട്ടിൽ വന്ന ഷെമിക്ക് ഒരു ജീവിതം വച്ച്